ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് നമ്മളൊരു വെറൈറ്റി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. എന്നും നമ്മൾ ഓരോരോ വീഡിയോസ് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓർഡർ ഉണ്ട്. 3 3 ലെയറിൻ്റെ ബോ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് 3 കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് കരിനീല, അതുപോലെ തന്നെ യെല്ലോ, പിന്നെ ഒരു കോഫി കളർ. ഇങ്ങനെ 3 കളേഴ്സിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 ലെയറിൽ തന്നെ വേണം, പക്ഷേ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് കൊടുത്തോളാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വേറൊരു മോഡലിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും വ്യക്തമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ 3 അളവിൽ 3 കളറിൽ നിന്ന് നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ അടിച്ചടിച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അളവ് കാര്യങ്ങളൊന്നും ഒരു പ്രത്യേക അളവൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ഏകദേശം ഓരോ പ്രായം വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും ഒരളവ്. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ 3 ബോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അവരുടെ മക്കളുടെ പ്രായം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ ആ ഒരു പ്രായത്തിന് വെച്ചിട്ട് ചെയ്യാനും പറ്റിയിട്ടുള്ളതും അവർക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു സൈസിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അളവ് കാര്യങ്ങൾ നമ്മളിതിൽ കൊടുത്തിട്ടില്ല. നമ്മളൊരു ഏകദേശം ഒരു സൈസ് നോക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് കോഫി കളർ ആയിക്കോട്ടെ, കരിനീല ആയിക്കോട്ടെ, യെല്ലോ ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു കളറിൽ തന്നെ ആ ഒരു സൈസിൽ തന്നെയാണ് 3 പീസിൽ നിന്നും 3 കളർ മെറ്റീരിയൽസിൽ നിന്നും നമ്മൾ തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അളവ് സഹിതം ചിലവർക്ക് ഉണ്ടാവും, ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യണവർക്ക് ചിലപ്പോൾ അളവിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ ചെയ്യുമ്പോൾ അളവ് നോക്കിയിട്ട് തന്നെ എടുത്തോ. അതെല്ലാം അളവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം. അങ്ങനെ 3 കളറിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഞാനിവിടെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. കാരണം 3 എണ്ണം ഉണ്ടാക്കിയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരെണ്ണം തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർക്ക് നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ ഫിനിഷിംഗ് ആണ് അതിൽ മെയിൻ. അപ്പോൾ ഫിനിഷിങ് നന്നായാലാണ് നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമർ ഏതൊരു സാധനം, അത് നമ്മളാണെങ്കിൽ പോലും ഫിനിഷിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സാധനം വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഞാനത് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ അങ്ങനെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഇസ്തിരി ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഫോണും ഞാൻ തന്നെ പിടിക്കണം, ഇസ്തിരി ഇടുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇസ്തിരി ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനെല്ലാം ഇസ്തിരി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാതും നമ്മൾ ഇസ്തിരി ഇട്ടതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതൊന്നും ഇപ്പോൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോസിൽ കാണുന്ന അതേപോലെയാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ആദ്യം വലുത് വെച്ചെടുക്കുക, അതിൻ്റെ സെൻറ്ററിലായിട്ട് അതിനേക്കാൾ കുറച്ച് വലിപ്പമുള്ളത് വെച്ചെടുക്കുക, അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ ചെറുതുള്ളത് അത് വെച്ചെടുക്കുക. അങ്ങനെ 3 എണ്ണം തട്ടായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഈ വീഡിയോസിൽ കാണുന്ന ആ ഒരു ലെവലിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ 3 എണ്ണം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ 6 ബീഡ്സ് കോർത്തിട്ട് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കെട്ടിക്കൊടുത്തപ്പോൾ അത് ഒരുപാട് ഭംഗി തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാതെ. അപ്പോൾ ഇതുപോലെ 6 ബീഡ്സ്, സാധാ നൂലാണെങ്കിൽ അങ്ങനെ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നൂല് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ നമ്മൾ കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതവിടെ അങ്ങനെ ടൈറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 3 എണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ട ഇതേപോലെ നമ്മൾ 3 എണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഓർഡർ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ബോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ എന്താ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.